ഹലോ, എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കൊരു ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു പരിപാടി വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് പുറത്തേക്ക് പോകാനായിട്ട് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ മുഖത്തിന് ഒരു ഡൾനെസ്, അതുപോലെ തന്നെ ഒരു ഉഷാർക്കുറവ് എല്ലാതും നമുക്കൊന്ന് ഫീൽ ചെയ്യാം അല്ലേ. മുഖം കരിവാളിച്ചതൊക്കെ നമ്മൾ ആ സമയത്തായിരിക്കും കണ്ണാടി നോക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് സാധാരണക്കാരായ വീട്ടമ്മമാർക്കുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അവർക്കൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോഴും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായാലും നമുക്ക് നമ്മുടെ മുഖം ശ്രദ്ധിക്കാനുള്ള നേരമൊന്നും കിട്ടില്ല. അപ്പോൾ പക്ഷേ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോണ സമയത്ത് നമുക്ക് എത്ര ഒരുങ്ങിയിട്ടായാലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു 2, 3 തരം ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇന്ന് ഞാൻ ടിപ്പ് ചെയ്ത് കാണിക്കുന്ന എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിവിടെ അതിനുള്ള ഐറ്റംസുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇത് നമ്മുടെ ഉഴുന്ന് കുതിർത്തിയതാണ്, പാലിൽ കുതിർത്തി വെച്ചതാണ്. പക്ഷേ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് നല്ല തുമ്മൽ. ഇന്നിപ്പോൾ ഇതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുമ്മി 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 ഇരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ അത് തുടയ്ക്കാനും പിടിക്കാനൊക്കെ നിൽക്കട്ടെ. അപ്പോൾ ഞാനത് സിമ്പിളായിട്ട് ചെയ്യേണ്ട 3 തരത്തിലുള്ള ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത്, നമ്മൾ കുറേ നാൾക്ക് ശേഷമൊക്കെയാണ് ഒരു പാക്കൊക്കെ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുൾട്ടാനി മിട്ടി നമ്മുടെ വീട്ടിൽ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു 50 രൂപയ്ക്കൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് കുറച്ചേ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ മുൾട്ടാനി മിട്ടി വെച്ചിട്ടുള്ള 2, 3 സൈസ് പാക്കുകളാണ് പറയണത്. നിങ്ങൾക്ക് നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ളൊരു മുഖം കിട്ടും. നമുക്കൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് പുറത്തേക്ക് പോകാനായിട്ട് നമുക്ക് പറ്റും ചെയ്യും. കണ്ട ആരും ചോദിക്കും, നിങ്ങൾ എന്താ മുഖത്ത് എന്താ ചെയ്തേക്കണേ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത്, ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഉഴുന്ന് പച്ചപ്പാലിൽ കുതിർത്തിയതാണ് കേട്ടോ. പാലാണ് ഈ കാണുന്നത്. ഉണ്ടോ, കുതിർത്തി വെച്ചതാണ്. ഇത് നമ്മൾ നല്ല രീതിയിൽ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അതിലോട്ട് നമുക്ക് നമ്മുടെ മുൾട്ടാനി മിട്ടി, ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടി, അതും നമ്മുടെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, അത് റോസ്റ്റഡ് മഞ്ഞൾപ്പൊടി ആണെങ്കിൽ മുഖത്ത് ചുട്ടുനീറ്റം വരില്ല, പുകച്ചില അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ സാധാരണ മഞ്ഞൾപ്പൊടി പറ്റുന്നവരാണെങ്കിൽ നമുക്ക് അതെടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല രീതിക്ക് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാം. ഇതിനൊരു വഴുവഴുന്നനെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളൊരു ചെറുവക ചൂടുവെള്ളത്തിൽ ഒന്ന് മുഖം കഴുകി എടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ പതുക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് അതെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഈ പാക്കിനേക്കാളും മുൻപ് ഒരു ചെറുതായിട്ടൊരു സ്ക്രബിങ് കൊടുക്കാനായിട്ട് നോക്കുക. അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ കറ്റാർവാഴ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാം. ഇനി അതില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടിയിട്ട് ഇച്ചിരി പൊടിച്ചതും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്ക്രബിങ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റും കൂടി കിട്ടും. അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തുണ്ടാവണം പിന്നെ വല്ലാതൊക്കെ അഴുക്ക് കുത്തുപാടൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അതായത് ചെറുനാരങ്ങ നീര് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. അപ്പോൾ നല്ലൊരു ക്ലീനിങ്ങിൻ്റെ ഒരു സംഭവം നമുക്ക് മുഖത്ത് കിട്ടിയിട്ട് നമ്മളൊരു പാക്ക് ഇടുകയാണെങ്കിൽ നമ്മൾ സൂപ്പറായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ പാക്ക്. പിന്നത്തെ പാക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാവണമെന്നില്ല, ഉള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളും. നമ്മുടെ ഈന്തപ്പഴം, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, നല്ല ഒറിജിനൽ ഈന്തപ്പഴം, അതൊരു 3-4 എണ്ണം ഇതേപോലെ പച്ചപ്പാലിൽ കുതിർത്തിയിടുക. തലേ ദിവസം കുതിർത്തി വയ്ക്കുക. അപ്പോൾ നമുക്കറിയാമല്ലോ, നാളെ ഇപ്പോൾ എനിക്കൊരു കല്യാണം ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ എനിക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ തലേ ദിവസം ഈ പാലിൽ കുതിർത്തി വെച്ചിട്ട് നല്ല പോലെ വെണ്ണ പോലെ അരച്ചെടുക്കുക. അതിലോട്ട് നമ്മുടെ മുൾട്ടാനി മിട്ടി മിക്സ് ചെയ്യുക. പിന്നെ ഇപ്പോൾ അതിൽ ഇത്തിരി കട്ടി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ പാലുണ്ടെങ്കിൽ നമുക്ക് പാൽ ഒഴിക്കാം. ഇല്ലെങ്കിൽ ഇച്ചിരി തൈര് കൂട്ടി ചേർത്താലും കുഴപ്പമുള്ള കാര്യമില്ല കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ പാക്ക്. അപ്പോൾ നമ്മൾ ഈന്തപ്പഴം ഇടണ പോലെ തന്നെ നമുക്ക് ഉണക്കമുന്തിരി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇതൊക്കെ നമ്മുടെ വീട്ടിലിപ്പോൾ ചിലപ്പോൾ ഈന്തപ്പഴം അതിൽ ഉണക്കമുന്തിരി ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. പക്ഷേ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് നല്ലതാണ്. പക്ഷേ നമ്മുടെ ഈ ഉഴുന്നെന്ന് പറയുന്ന സംഭവം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു ഐറ്റമാണ്. ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ അങ്ങോട്ട് വീർത്തപ്പോൾ തലേദിവസം നമ്മൾ കുതിർത്തി വയ്ക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ വൈകിട്ടാണ് നമ്മൾ പാക്ക് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലത്ത് കുതിർത്തിയിടുക. ഉഴുന്നൊക്കെ കുതിർന്ന ഒരു പരുവം നമുക്കറിയാമല്ലോ. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ നമ്മൾ കുതിർത്തിയിടണം, നമുക്കറിയാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കുതിർത്തിയിട്ടിട്ട് ഈ രീതിക്ക് ചെയ്ത് കൊടുക്കുക. മുൾട്ടാനി ഇല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടിട്ടായാലും നല്ലതാണ്. സ്ക്രബിങ് കൊടുക്കാനായിട്ട് മറക്കരുത്. അരിപ്പൊടി നല്ലൊരു വൈറ്റനിങ് ഏജൻറ്റാണ്. നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഡൾനെസ്സൊക്കെ അടിപൊളിയായിട്ട് കളയാനായിട്ട്
നല്ലതാണ്. അപ്പോൾ പാലായാലും ഈ നമ്മുടെ ഈ ഉഴുന്നായാലൊക്കെ നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കം കൊണ്ടുവരാനും നമ്മുടെ മുഖത്തിനെ യങ്ങാക്കി കൊണ്ടുവരാനും ഒക്കെ പറ്റിയിട്ടുള്ള അടിപൊളി പാക്കുകളൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതിൽ തൈരില്ലെങ്കിൽ പാലിൽ മാത്രമായാലും ഇപ്പം നിങ്ങൾ പാല് സ്ക്രബിങ് കൊടുക്കണമെങ്കിൽ പാലും നമ്മുടെ പഞ്ചസാര പൊടിച്ചതായാലും നിങ്ങളുടെ ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ പല രീതികൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ നാച്ചുറൽ ആയതുകൊണ്ട് നമ്മുടെ മുഖത്തിന് ഒരു കേടും വരില്ല. അപ്പോൾ സ്ക്രബിങ് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്ത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കുക. അവിടെയാണ് അത് ഈ തുമ്പത്ത് അവിടെയൊക്കെയാണ് ഈ ഒരു സംഭവങ്ങൾ വരിക. പിന്നെ അത് തന്നെയല്ല, ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് ഇവിടെയൊക്കെ ഒരു മുരിച്ചിൽ പോലെ വരും. ആ മുരിച്ചിലിന് ഞാൻ പറഞ്ഞല്ലോ ബോറോളി എന്ന് പറഞ്ഞ ഒരു ഓയിൽമെൻറ്റ് അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം അങ്ങോട്ട് ആക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ മുഖത്തുണ്ടാവണത് ഈ ഭാഗത്തുണ്ടാവണം ആ മുരിച്ചിലൊക്കെ പോകാനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിനുണ്ടാവണം വരൾച്ചയ്ക്കും ആ തൊലിപ്പോക്കിനും ഒക്കെ നല്ലതാണ് ബോറോളിൻ. അത് ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടണം ഒരു ഐറ്റാണ് ബോറോളി എന്ന് പറഞ്ഞത്. പണ്ട് മുതലേ എല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആ ഒരു ഐറ്റാണ് കേട്ടോ. നല്ല റിസൾട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്ത് ഒരു കളർ വ്യത്യാസം വരില്ലേ, പലർക്കും ഉണ്ട് അത്. അപ്പോൾ അത് വരുമ്പോൾ പണ്ടത്തെ ആൾക്കാരെന്താ പറയാന്നറിയോ, കഷ്ടകാലം കഷ്ടകാലം വരുമ്പോഴാണ് ഈ ഒരു സാധനം വരിക എന്നാണ് പണ്ടത്തെ ആൾക്കാർ പറയുക. ഇത് 2 കാരണങ്ങൾ കൊണ്ട് വരാം കേട്ടോ. നമ്മൾ ഈ തുമ്മൊക്കെ ചെയ്യില്ലേ, തുമ്മ ചെയ്യുമ്പോഴായാലും നമുക്ക് മൂക്കിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു പരിപാടി നമ്മൾ കാണിക്കില്ലേ, ഞാൻ കാണിക്കാറുണ്ട്. അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വ്യത്യാസം വരും. തുടർച്ചയായിട്ട് നമ്മൾ ശ്രദ്ധിക്കാണ്ട് വരുന്ന ഒരു കാര്യമാണ് അത് ഇവിടെ വരും. പിന്നെ നമുക്ക് നമ്മുടെ കരിമംഗല്യം പോലെ വരുന്ന ഐറ്റമാണ് ഈ ഭാഗത്ത് വരുന്ന ഐറ്റംസ്. ഈ ഭാഗത്ത് മാത്രമായിട്ട് വരും. അത് നമ്മുടെ കഷ്ടകാലം കൊണ്ടോ നല്ല കാലം കൊണ്ടോ ഒന്നല്ല, നല്ല കാലം വന്നാൽ കഷ്ടകാലം വന്നാൽ ഈ സാധനം പോകാനായിട്ട് താമസം എടുക്കും. പക്ഷേ ഈ ബോറോളിൻ പറഞ്ഞ സംഭവം നമുക്കവിടെ തേക്കുകയാണെങ്കിൽ നമുക്കത് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കുണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അതൊക്കെ കളറ് കുറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ മാത്രമായിട്ട് കാണുമ്പോൾ ഇപ്പോൾ ഈ ഭാഗത്ത് മാത്രം ഒരു ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടേക്കൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ കാരണന്മാരൊക്കെ കാണുകയാണെങ്കിൽ പറയുക കഷ്ടകാലം എന്നുള്ളത്. കഷ്ടകാലത്തിൻ്റെ ഒന്നല്ല, ഇങ്ങനെ ഒരേ ഹോർമോൺ ചേഞ്ചിലൊക്കെ വരുമ്പോഴൊക്കെ വരുന്ന ഒരു ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമുക്കത്. പിന്നെ നമ്മുടെ ഈ കവിളിൻ്റെ ഭാഗത്തൊക്കെ വരില്ലേ കരിമംഗല്യം പോലത്തെ സംഭവങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് ഹോർമോൺ ചേഞ്ച് കൊണ്ടൊക്കെ വരുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പോകാനൊക്കെ ആയിട്ട് ആ ഒരു ഓയിൽമെൻറ്റ് അടിപൊളിയാണ്. നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാലും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു 3 പാക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ നമ്മൾ തൈരിൻ്റെ അടിപൊളി ഒരു പാക്ക് ഇട്ടിട്ടുണ്ട്. നല്ല റിസൾട്ട് തന്നെയാണ്. അത് തന്നെയല്ല, നല്ല വ്യൂസും കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ ആയാലും പേജിലായാലും പേജിലൊക്കെ ഒത്തിരി വ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 600 പേരൊക്കെ മീതെ ആ പേജിൽ ആ വീഡിയോ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കണ്ടൻറ്റ് ആകുമ്പോൾ മാത്രമാണ് അത് FBയിലായാലും യൂട്യൂബിലായാലും അത് പുറം ലോകത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നല്ല റിസൾട്ട് കിട്ടണമെന്നാണ്. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തൈരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പാല് മേടിക്കുമ്പോൾ ഇത് പാക്കറ്റ് പാലല്ല, നമ്മൾ സാധാരണ പാല് മേടിക്കുമ്പോൾ കുറച്ച് നീക്കി വയ്ക്കുക. അപ്പോൾ ഇതേപോലത്തെ പാക്കുകളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഞാനിന്ന് പാക്ക് ഇടാഞ്ഞത് തുമ്മലിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഗുളിക കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് മഞ്ഞ് കൊള്ളലൊക്കെ ഒത്തിരി കൂടുതലാണ്. അപ്പോൾ അതിൻ്റെയും പിന്നെ ഭയങ്കര കാറ്റല്ലേ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ആ പൊടി ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇടാഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ റിസൾട്ട് കാണിച്ചു തന്നെ. നിങ്ങൾക്കറിയാമല്ലോ, ഞാനത് പരമാവധി നമ്മളെല്ലാ പാക്കുകളും നമ്മളിവിടെ ഇട്ടിട്ട് റിസൾട്ട് കാണിച്ചു തരുന്നത് തന്നെയാണല്ലോ. അപ്പോൾ നാളെ നമുക്ക് പറ്റുവാണെങ്കിൽ ഏതെങ്കിലും ഒരു പാക്ക് ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.